ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കടയിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പെർഫെക്റ്റ് പൊരിച്ചപത്തിരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഇതിന് വേണ്ടി ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടി ഇനി ഒന്നൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു വെല്ലുള്ളിയും അതുപോലെ തന്നെ ഒരു പിടി തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് പൊടിയൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ തന്നെ നമ്മളുടെ വെള്ളം എല്ലാ ഭാഗത്തും എത്തിയിട്ട് പൊടി നല്ലോണം വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് എടുത്ത തേങ്ങയും ജീരകം ഉള്ളിൻ്റെയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത ജീരകം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ 2 കപ്പ് വെള്ളം ഈ പൊടിക്ക് തികഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില പൊടിക്ക് ചിലപ്പോൾ വെള്ളം അധികം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതും കൂടി ചേർത്ത് നല്ലോണം പൊടി നല്ലോണം ഇളക്കി എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി പൊടി കുറച്ച് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി കയ്യിലാക്കിയിട്ട് ഇതേപോലെ ആ ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ തന്നെ നമ്മുടെ മാവ് നല്ല കുഴഞ്ഞ് വരുള്ളൂ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ കയ്യിൽ പുരട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കണുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവ് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തിന്നായി പോകരുത് കേട്ടോ. അത്യാവശ്യം നമുക്ക് കട്ടി വേണം. ഇനി വല്ല കുപ്പീൻ്റെയോ എന്തിൻ്റെയും ഒരു അടപ്പ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു അത്യാവശ്യം തിക്നെസ്സിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഒരു 2 കപ്പ് മാവിൽ എനിക്ക് ഒരു 10-15 ഇതോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്തിരി. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ചേർക്കണോണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. ഇനി അടുത്തതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം.